ഈ സാധാരണഗതിയിൽ ഈ പോളിംഗ് കഴിഞ്ഞാൽ ഈ എല്ലാ ബോക്സും ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാളില്ല. പിന്നെ ഒരിക്കലും ഇതിൻ്റെ അകത്ത് മറ്റാരെയും കയറ്റിവിടാറില്ല. സെൻട്രൽ ഫോഴ്സിന് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇന്നർ പെരിമീറ്റേഴ്സ് എന്ന് പറഞ്ഞു, അതിനകത്ത് വേണമെങ്കിൽ സെൻട്രൽ ഫോഴ്സിന് പോകാം. ഇപ്പം കയറിയത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ഉൾപ്പെടെ കയറിയിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ കയറിയിട്ടുണ്ട്. അവരെന്തിന് കയറി? ആർക്ക് വേണ്ടി കയറി? എന്താണ് അവരുടെ ദൗത്യം? ഇത് കൃത്യമായി ഉത്തരം പറയണം. ഇത് നിസ്സാരമായ കാര്യമല്ല. ഒരു കൗണ്ടിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര സുരക്ഷിതമായി നിൽക്കേണ്ടുന്ന ഒരു ഈ പറഞ്ഞ ഈ കെട്ടിടത്തിനുള്ളിൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാകാറില്ല. ഞാൻ 6 തവണ മത്സരിച്ച ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ സംഭവമില്ല. ഒന്ന്, ഇത് സീൽഡാണ്. ഈ സീൽഡ് ക്യാമ്പസിനുള്ളിൽ എങ്ങനെ കയറുന്നു? എന്തിന് കയറുന്നു? ആർക്ക് വേണ്ടി? ഇത് ദുരൂഹതയുണ്ട്. ഇത് വളരെ കൃത്യമായി ഇതിൻ്റെ ഉത്തരം പറയുന്നത് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഇവിടെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയെ വിളിച്ചു പറയുന്നു വരണം എന്ന് പറയുന്നു. സ്ഥാനാർത്ഥി പറഞ്ഞു രേഖാമൂലം എനിക്ക് വേണമെന്ന് പറയുന്നു. രേഖാമൂലം കൊടുക്കുന്നില്ല. എപ്പോഴാണ് കൊടുത്തത്? സ്ഥാനാർത്ഥി എത്തിയതിന് ശേഷമാണ് ഇവിടെ. അത് എത്തുമ്പോഴേക്കും എല്ലാം തുറന്നു വെച്ച് ഇവരെന്തു ചെയ്യുന്നു ആർക്കും അറിയില്ല. എന്തിനാണ് അകത്ത്, ആരകത്ത് കടന്നത്? അകത്ത് കടന്നവരെ കുറിച്ചൊരു അഡ്രസ്സ് വേണ്ടേ? ആരൊക്കെ അകത്ത് കിടന്നു? സാധാരണഗതിയിൽ ഇത്തരം ബോക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കയറണമെങ്കിലും തുറക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും കാൻഡിഡേറ്റ്സ് മസ്റ്റാണ്. കാൻഡിഡേറ്റ്സ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് റൂം തൊടാൻ കഴിയില്ല. ആലോചിക്കണം. അവിടെയാണ് ഈ സംശയം മുഴുവൻ. എന്തിനാണ്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സെൻട്രൽ ഫോഴ്സ് മാത്രം ഉള്ളിൽ പോകേണ്ട സ്ഥാനത്ത് എന്താ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസേഴ്സ് പോയി എന്തിനാണ് പോയത്? എന്താവശ്യം? ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ സ്ഥാനാർത്ഥി ലാഘവമായി സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങാണ്. ഇതെന്തൊരു ഏർപ്പാടാണ്? ഇത് വെള്ളരിക്കപ്പെട്ടണോ? എന്താ ഏർപ്പാടാണ് ഇത്? അവിടെ നിർബന്ധമായും ഇന്ന് തന്നെ ഞങ്ങൾ ജില്ലാ കളക്ടറെ കാണുന്നു, ഇലക്ഷൻ കമ്മീഷനായി ബന്ധപ്പെടും. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ആരാണ്? അവരുടെ മേൽ നിർബന്ധമായി ആക്ഷൻ എടുത്തേ പറ്റൂ. ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് വരെ ഞങ്ങൾ പോകും. ഈ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുക.